ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്ലസ് ടുവിൻ്റെ അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ those organizations which are established not for earning but for promoting art, culture, sports, educational institutions, arts and sports club, libraries, etc. അതായത് ലാഭത്തിന് വേണ്ടിയല്ലാതെ സാമൂഹ്യ സേവനത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത്തരം സ്ഥാപനങ്ങളുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ടു റെൻഡർ സർവീസസ് ടു സൊസൈറ്റി, അതായത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും സേവനങ്ങൾ നൽകുക എന്നത് മാത്രമായിരിക്കും ഇത്തരം സ്ഥാപനങ്ങളുടെ മെയിൻ ലക്ഷ്യം. അതിന് ചില ഉദാഹരണങ്ങളാണ് സ്കൂള്, ഹോസ്പിറ്റൽസ്, ലൈബ്രറീസ്, എക്സെട്ര. അടുത്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളെ അക്കൗണ്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നമുക്ക് ആദ്യമായി റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് which is prepared to find out the inflow and outflow of cash during a year. അതായത് ഒരു വർഷം ഈ സ്ഥാപനത്തിലേക്ക് വന്ന എല്ലാ ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും കാണിക്കുന്ന അക്കൗണ്ടാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അതായത് ക്യാഷ് റെസീറ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇറ്റ് ഈസ് സിമിലർ ടു എ ക്യാഷ് ബുക്ക്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്യാഷ് ബുക്കിന് സമാനമായ ഒരു അക്കൗണ്ടാണ്. അടുത്തത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം, ഇതിൻ്റെ സവിശേഷതകൾ. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് റിയൽ അക്കൗണ്ട്. നേരത്തെ പറഞ്ഞു എല്ലാ ക്യാഷ് റെസീറ്റ്സും എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സുമാണ് ഇതിൽ നമ്മൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു റിയൽ അക്കൗണ്ട് ആയിരിക്കും. സെക്കൻഡ് പോയിന്റ്, സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. അതായത് ഇത്തരം സ്ഥാപനങ്ങളിൽ ഒരു വർഷം വന്ന എല്ലാ ക്യാഷ് റെസീപ്റ്റ്സിൻ്റെയും എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സിൻ്റെയും ഒരു സമ്മറി അല്ലെങ്കിൽ ആകെ ടോട്ടലാണ് ഇതിൽ കാണിക്കാറ്. തേർഡ് പോയിന്റ്, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ബാലൻസ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരക്കുമ്പോൾ ഡെബിറ്റ് സൈഡിൽ മേലെ ആദ്യം കാണിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ ബാക്കി ക്യാഷ് ഉണ്ടെങ്കിൽ, അത് ക്യാഷ് ഇൻ ഹാൻഡ് ആയിക്കോട്ടെ ക്യാഷ് അറ്റ് ബാങ്ക് ആയിക്കോട്ടെ, ഏത് ബാലൻസ് ആയാലും അത് ബാലൻസ് ബി ഡി എന്ന് കാണിക്കുകയും എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം ബാലൻസ് ചെയ്ത് ക്യാഷ് ബാക്കി ഉണ്ടെങ്കിൽ ബാലൻസ് സി ഡി എന്ന് പറഞ്ഞ് ക്ലോസിംഗ് ബാലൻസ് നമ്മൾ സാധാരണ കാണിക്കാറ്. നെക്സ്റ്റ് പോയിന്റ്, നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നാച്ചർ. അതായത് ഇത്തരം സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിൽ എല്ലാ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എല്ലാ ഐറ്റംസും സാധാരണ എടുക്കും. അതായത് റവന്യൂ നാച്ചർ ആയിക്കോട്ടെ ക്യാപിറ്റൽ നാച്ചർ ആയിക്കോട്ടെ, രണ്ടും ഈ അക്കൗണ്ടിൽ നമ്മൾ എടുക്കും. അതുകൊണ്ട് തന്നെ നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചർ. നമുക്കൊരു റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യനാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു സിൽവർ പോയിന്റ് പ്രിപ്പയർ എ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് March 31, 2015. അപ്പോൾ ഏതാനും ചില ഐറ്റംസ് തന്നിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ്, അതായത് കഴിഞ്ഞ വർഷം കയ്യിലുണ്ട ക്യാഷ് 1000 രൂപ, ബാങ്കിലുള്ള ക്യാഷ് 7200.
ഇനി സബ്സ്ക്രിപ്ഷൻ കളക്റ്റഡ് ഫോർ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലബിലൊക്കെ ആണെങ്കിൽ മാസവരിസംഖ്യ മെമ്പേഴ്സ് നൽകും, അതാണ് സബ്സ്ക്രിപ്ഷൻ. 2013-14 ഒരു 500 രൂപയുണ്ട്, 2014-15 ഒരു 7600, 2015-16 900. അങ്ങനെ ആകെ 9000 സബ്സ്ക്രിപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്. അതായത് ചിലപ്പോൾ ടൂർണമെൻ്റൊക്കെ വരുമ്പോൾ ചായയോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ പലതും നമ്മൾ നൽകാറുണ്ട്. അപ്പോൾ അങ്ങനെ വിറ്റ് കിട്ടിയ ക്യാഷാണ് 1000 രൂപ. നെക്സ്റ്റ് എൻട്രൻസ് ഫീസ് റിസീവ്ഡ്, അതായത് പ്രവേശന ഫീസ്, മെമ്പേഴ്സിനെ പ്രവേശിപ്പിക്കുമ്പോൾ വാങ്ങുന്ന പൈസയാണത്. നെക്സ്റ്റ് വരുന്നത് സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, പഴയ സ്പോർട്സ് മെറ്റീരിയൽസ് വിറ്റ് കിട്ടിയ വകയാണ്. നെക്സ്റ്റ് ഡൊനേഷൻ റിസീവ്ഡ് ഫോർ പവിലിയൻ. ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ പവിലിയനിൽ തയ്യാറാക്കാൻ വേണ്ടി ജനങ്ങളെ കയ്യിൽ നിന്ന് കിട്ടിയ ഡൊനേഷനാണ്. നെക്സ്റ്റ് റെൻറ്റ് പെയ്ഡ്. റെൻറ്റ് എന്ന് പറഞ്ഞാൽ വാടക കൊടുത്തത്. സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്, പുതിയതായിട്ട് നമ്മൾ സ്പോർട്സ് ഐറ്റംസ് വാങ്ങിയതാണിത്. പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്, അതായത് നേരത്തെ പറഞ്ഞു നമ്മൾ റിഫ്രഷ്മെൻറ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതിന് വേണ്ട ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എക്സ്പെൻസസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട്. ടെന്നീസ് കോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വന്ന ചിലവാണ്. നെക്സ്റ്റ് സാലറി പെയ്ഡ്, ശമ്പളം കൊടുത്തത്. നെക്സ്റ്റ് ടൂർണമെൻറ്റ് എക്സ്പെൻസസ്, ടൂർണമെൻറ്റ് നടത്തിയപ്പോൾ വന്ന ചിലവാണ്. ഫർണിച്ചർ പർച്ചേസ്ഡ്, പുതിയതായിട്ട് ഫർണിച്ചർ വാങ്ങിയതിനുള്ള കോസ്റ്റാണ്. ഓഫീസ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഓഫീസിൽ വന്ന ചിലവാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്. ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കയ്യിൽ ബാക്കിയുള്ള പൈസയാണുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം കാണേണ്ടത് ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഇപ്പോൾ റെസീസ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ബുക്സ് ഓഫ് സിൽവർ പോയിന്റിന് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ റെസീസ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് ഫോർ ദി ഇയർ എൻഡിങ് March 31, 2015. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് റെസീറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും അതുപോലെ ബാങ്ക് ബാലൻസും. അത് ബാലൻസ് BD എന്ന് പറഞ്ഞ് ക്യാഷ് 1000 കാണിക്കുക, ബാങ്ക് 7200 കാണിക്കുക. പിന്നെ നിങ്ങൾ നെക്സ്റ്റ് കണ്ടിരുന്നതാണ് സബ്സ്ക്രിപ്ഷൻ അതേപോലെ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. 2013-14 500, 2014-15 സബ്സ്ക്രിപ്ഷൻ 7600, 2015-16 900. ഇത് മൊത്തം ആഡ് ചെയ്തിട്ട് 9000 എമൗണ്ട് കോളത്തിലേക്ക് പോസ്റ്റ് ചെയ്യാം. അടുത്തത് സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്. നേരത്തെ പറഞ്ഞിരുന്നു റിഫ്രഷ്മെൻറ്റ് വിറ്റ് കിട്ടിയ ക്യാഷാണ്, അത് റെസീറ്റാണ്. റെസീറ്റ് സൈഡിൽ 1000 കാണിക്കാം. അതുപോലെ എൻട്രാൻസ് ഫീസ് പ്രവേശന ഫീസാണ്, അപ്പോൾ അതും അറിയാം, റെസീറ്റാണ്. റെസീറ്റ് സൈഡിൽ കാണിക്കാം. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, പഴയ സ്പോർട്സ് മെറ്റീരിയൽ വിറ്റ് കിട്ടിയ ക്യാഷാണ്, അതും റെസീറ്റ്സ് ആണ്, അതിവിടെ കാണിക്കാം. ഡൊനേഷൻ ഫോർ പവിലിയന് വേണ്ടി ഡൊനേഷൻ കിട്ടിയതാണ്, അതുകൊണ്ട് തന്നെ റെസീറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, അത് കാണിക്കാം. ഇത്രയും ഐറ്റംസാണ് ഈ ക്വസ്റ്റ്യനിൽ റെസീറ്റ് സൈഡിൽ വരുന്നത്. ഇനി ബാക്കി വരുന്ന ഐറ്റംസ് എല്ലാം പേയ്മെൻറ്റ് സൈഡിലാണ്. അതായത് റെൻറ്റ് പെയ്ഡ്, വാടക നമ്മൾ കൊടുത്തതായിരുന്നു, നമ്മളെ റൂമിൻ്റെ വാടക, അത് കൊടുത്തതായിക്കൊണ്ട് പേയ്മെൻറ്റ് സൈഡിൽ. സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസ്ഡ്, ഇപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽസ് പുതിയതായിട്ട് വാങ്ങിയത്. പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിയത്. മെയിൻ്റനൻസ് ഓഫ് എക്സ്പെൻസ് ഫോർ ടെന്നീസ് കോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്യാഷ് ചിലവാക്കിയിട്ടുണ്ട്, അത് പേയ്മെൻറ്റ്സ് ആണ്. സാലറി, ശമ്പളം കൊടുത്തത് പേയ്മെൻ്റ് ആണ്. ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടി നമ്മൾ എക്സ്പെൻസ് വന്നത്, അത് പേയ്മെൻ്റ് ആണ്. ഫർണിച്ചർ വാങ്ങിയത് 1500 രൂപ വാങ്ങിയതാണ്, അത് പേയ്മെൻ്റ് ആണ്. ഓഫീസ് എക്സ്പെൻസ് 1200, അതും പേയ്മെൻ്റ് ആണ്. അതുകൂടാതെ നമുക്ക് ക്യാഷ് ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിരുന്നു, നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ഒരു 400. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് ബാലൻസ് 400 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് ബാലൻസ് CD എന്ന് പറഞ്ഞ് അതിന് താഴെ ക്യാഷ് 400 കാണിക്കുക. അതിനുശേഷം നമ്മളെ കയ്യിൽ ബാങ്ക് ബാലൻസ് ആയിട്ട് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെ ചെയ്യേണ്ടത് എന്ന് നോക്കാം. റെസീറ്റ് സൈഡിലുള്ള എല്ലാ എമൗണ്ട്സ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ 25,000 കിട്ടി, അതെന്ത് ചെയ്യുക, ഇവിടെ പോസ്റ്റ് ചെയ്യുക. ആ സെയിം എമൗണ്ട് തന്നെ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് സൈഡിൻ്റെ ടോട്ടലായും എഴുതാം. അതിനുശേഷം ഈ 25,000 നിന്ന് ഓരോ എമൗണ്ടും പേയ്മെൻറ്റ് സൈഡിലെ ഓരോ എമൗണ്ടും എന്ത് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക, അതായത് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് ക്യാഷിലെ 400 വരെ നിങ്ങൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യണം. അപ്പോൾ മൈനസ് ചെയ്ത് കിട്ടുന്ന ബാക്കി എമൗണ്ടാണ് നമ്മുടെ ആൻസർ. അത് ബാങ്ക് അല്ലെങ്കിൽ ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് ആ 6600 എഴുതാം.
അപ്പോൾ എല്ലാവർക്കും ഏകദേശം റെസീസഡ് പേയ്മെൻറ്റിനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.